രൂപവതി ആരെയും വർണ്ണമാലിയും അണിയിക്കില്ലെന്നാണ് നാം കരുതുന്നത്. ഒരു തവണ നോക്കിയാലും മഹാരാജാവിന്റെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ ഈ സ്വയംവര സഭയിൽ കൊണ്ടുവരാനാകുമോ? അല്ല, നോക്കൂ, നാം സത്യത്തിൽ ഒരല്പം അസ്വസ്ഥതയിലാണ്. ശുഭകാര്യത്തിൽ വിളംബം വരുത്തുന്നത് ഉചിതമല്ല. ഈ രാജ്യവുമായി ഒരു ബന്ധം പുലർത്താൻ നാം അങ്ങേയറ്റം തൽപരയാണ്. എന്നാൽ ഇനിയും ഏറെ നേരം വൈകുകയാണെങ്കിൽ നാം ഇനിയും കൂടുതൽ അസ്വസ്ഥയാകും. പലതവണയായി ഈ മാലയിൽ നിന്നും ആപത്തിന്റെ സൂചന ലഭിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ അശുഭം സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണയും തീർച്ചയായും എന്തെങ്കിലും സംഭവിക്കും. ഇല്ല, മാല നാം ഇപ്പോൾ അണിയുകയില്ല. രാജകുമാര, ഒരു കാര്യം ചെയ്യൂ. അങ്ങ് തന്നെ മുന്നോട്ട് വന്നാലും നമ്മുടെ രാജകുമാരി അല്പം ലജ്ജിതയാണ്. രാജകുമാരിയുടെ വിവാഹം നടക്കുകയാണ്. എന്നാൽ നമുക്ക് പ്രയാസം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നാം ഇവിടെ എത്തിയതിന്റെ യഥാർത്ഥ ലക്ഷ്യം പിതാശ്രീയുടെ മൃത്യുവിന് പ്രതികാരം ചെയ്യാനാണ്. രൂപനഗരത്തിലെ രാജകുമാരി കഴിയുന്നത്ര വേഗം തന്നെ വിഷകേതുവിന്റെ കഴുത്തിൽ ആ മാല അണിയിക്കൂ. അതിനുശേഷം നാം നമ്മുടെ പദ്ധതി ആരംഭിക്കുന്നതാണ്. പുത്രി, എന്താണ് നമ്മുടെ പുത്രിക്ക് സംഭവിച്ചത്? രൂപവതി, രൂപവതി, എന്താണ് സംഭവിച്ചത്? ജലം, ആരെങ്കിലും ജലം കൊണ്ടുവരൂ, വേഗം ജലം കൊണ്ടുവരൂ. കുമാരിയുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏയ്, ഒന്നും സംഭവിച്ചിട്ടില്ല. മുഖത്തൽപ്പം വെള്ളം തെളിച്ചാൽ മതി, ബോധം തെളിയുന്നതാണ്. ഏയ്, എന്താണ് ചെയ്യുന്നത്? ഇത്രയും തിടുക്കം കാട്ടരുത് കുമാര. ആപത്തിന്റെ സമയത്ത് നമ്മൾ ശാന്തരായിരിക്കേണ്ടതാണ്. അത് മറക്കരുത്. ഇവിടെ പ്രജകളും അതുപോലെ മറ്റു രാജ്യത്തെ വ്യക്തികളുമൊക്കെ ഉണ്ട്. അസ്വാഭാവികമായി ഒന്നും ചെയ്യരുത്. നിന്റെ മേൽ ആരുടെയും സംശയം പതിക്കാനും പാടില്ല. നാം ശ്രദ്ധിച്ചോളാം. നാമോ? നാം ഇനി എന്താണ് ചെയ്യുക? പറഞ്ഞാലും നാം ഉദ്ദേശിച്ചത് നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജോലി നൽകിയത്. ഒട്ടും ആയാസമില്ലാത്തൊരു ജോലി. കണ്ടില്ലേ, സംസാരിക്കണ്ട, ചലിക്കണ്ട. നോക്ക്, അപ്പൊ മനസ്സിലാവും ഈ ജോലിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഞങ്ങൾ രണ്ടുപേരും സുഖമില്ലാതിരിക്കുന്ന രാജാവിന്റെ അറയ്ക്ക് കാവൽ നിൽക്കുകയാണ്. എന്ത് ജാഗ്രത വേണമെന്നറിയോ? ഓ, അങ്ങനെയാണല്ലേ. ശരി ശരി ശരി. അല്ല, മഹാരാജാവിന് ശരിക്കും എന്താണ് സംഭവിച്ചത്? സഹോദര, നീ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? നിനക്ക് ജോലിയൊന്നുമില്ലേ? പാചകശാലയിൽ ചെല്ല്. പാചകശാലയിലോ? അവിടുത്തെ ജോലികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സത്യത്തിൽ ഇവിടെയുള്ളവരെല്ലാവരും മൈതാനത്തിൽ കുന്തമെറിയുന്ന മത്സരം കാണാൻ പോയിരിക്കുകയാണ്. നമുക്കത് ഇഷ്ടമല്ല. സത്യമായിട്ട് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് നാം ഇങ്ങോട്ട് വന്നത്. അല്ല, അങ്ങ് എന്താണ് പറഞ്ഞു വന്നത്? മഹാരാജാവിന് എന്താണെന്ന്? നമുക്ക് യാതൊന്നും അറിയില്ല. നീ ചെല്ലൂ, എന്നിട്ട് നിങ്ങളുടെ ജോലി തീർക്കൂ. ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കും. ഓ, നിങ്ങൾ ജോലി ചെയ്യുകയാണല്ലേ? എന്നാൽ നാം പോകാം. അയ്യോ സഹോദരങ്ങളെ, നാം നിങ്ങൾക്ക് വേണ്ടി ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാ നോക്കിയേ, എങ്ങനെയുണ്ട്? എന്ത് സുന്ദരമായ ലഡുവാണിത്. ഇതിന്റെ സുഗന്ധം നോക്കിയേ. നിങ്ങളും നോക്കൂ. ഈ ലഡു എന്താണ് വിളിച്ചു പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കഴിക്കൂ, നമ്മെ കഴിക്കൂ, വയറു നിറയെ കഴിക്കൂന്ന്. ഇതാ കഴിക്കൂ, കഴിക്കൂ. ലഡുവിന്റെ നിറം വളരെ നന്നായിട്ടുണ്ട്. അതെ, അത് അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഈ ലഡു യഥാർത്ഥത്തിൽ രാജകുമാരന്മാർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇതാ കഴിക്കൂ. നാം ഒരല്പം കൂടുതൽ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കഴിക്കൂ, വേഗം കഴിക്കൂ. ഈ ഇലയും വേരും ഒന്നിച്ചു ചേർത്ത് അരച്ചെടുത്ത് ആർക്കെങ്കിലും കഴിക്കാൻ നൽകിയാൽ
പിന്നെ കുറച്ചു നേരത്തേക്ക് ആർക്കും ഒന്നും കാണാൻ സാധിക്കില്ല. കൊള്ളാം. അഭിരാജ് സമർത്ഥമായി കാവൽക്കാർക്ക് ലഡു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർക്ക് അവരുടെ നേത്രങ്ങൾ കൊണ്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല.